മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. നീ ഒരാളായിട്ട് ചുമ്മാ പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തു. ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. ഈ താഴത്തെ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾ എത്ര പേർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഇനി ആളെ മനസ്സിലാകാനായിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. എന്താ ഉറക്കം വരുന്നു. ഈ താഴെ കാണുന്ന വീഡിയോയില് ഈ തന്തയ്ക്ക് പറക്കാത്തവളുണ്ടല്ലോ, തന്തയ്ക്ക് പറക്കാതെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് തന്തയില്ലായ്മ കാണിച്ച ഈ പരനാറിയുടെ മോണമോൾ അവൾ വീഡിയോ എടുത്ത് ആ പാവം പിടിച്ച മനുഷ്യൻ ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. തമ്പുരാൻ താഴേക്കിറങ്ങി വരത്തില്ലല്ലോ, അതുകൊണ്ട് ഇനി എന്റെ അമ്മയെ മാനം കെടുത്താൻ ആരെയും സമ്മതിക്കില്ല സാറേ. ഇന്ന് അദ്ദേഹം ജീവനോടെ ഈ ലോകത്തില്ല. റീച്ചിന് വേണ്ടിയിട്ട് ആണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുന്ന ഇവളെ പോലെയുള്ള തന്തയ്ക്ക് പറക്കാത്തവളുമാരോട് ഒരാളുടെ ജീവനാണ് നീയൊക്കെ ഇല്ലാണ്ടാക്കിയത്. നമ്മളുടെ നാട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ 2 കൈ കൊണ്ട് പിടിച്ചാൽ പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഓരോ ആളുകളും യാത്ര ചെയ്യുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് ദേഹത്തൊന്ന് തട്ടിയെന്നോ മുട്ടിയെന്നോ, അത് നിനക്ക് പോലുമല്ല, നിന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ എടുത്തിട്ട് നീ ഈ പറയുന്ന പെൺകുട്ടിയെ കാണിക്കാതെ നിന്റെ മോന്ത മാത്രം കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി വീഡിയോ എടുത്ത് ഉണ്ടാക്കിയതിന്റെ പേര് മാനസിക സംഘർഷം കൊണ്ട് ഒരു പാവം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്കിട്ടുള്ള പണി നിയമപരമായിട്ട് തന്നെ കിട്ടിയിരിക്കും. നീ കാത്തിരുന്നു. പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ കുഞ്ഞപ്പ മാമ. പരമനാറി പട്ടി കഴിവരടാ മോളെ.